നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളാണ്. പലപ്പോഴും യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ യൂട്യൂബിൽ പല ഫീച്ചറുകളും നമുക്കറിയില്ല. യൂട്യൂബ് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2-3 ഫീച്ചറുകളാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തോടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനതിന് വേണ്ടി യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ എടുക്കുക. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ എടുക്കുകയാണ്. യൂട്യൂബിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ആപ്പുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ടെന്ന് പറയാറുണ്ട്. എവിടെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പല സുഹൃത്തുക്കൾക്കും അറിയില്ല. നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോക്ക് നേരെ ഒരു ടൈറ്റിൽ കാണും. ആ ടൈറ്റിലിൻ്റെ നേരെ തൊട്ട് താഴെ ഒരു ചെറിയ ടെക്സ്റ്റായിട്ട് മോർ എന്ന് കാണാൻ സാധിക്കും. ഈ മോർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കിട്ടുക. അവിടെ ഒരു തവണ കൂടി നമ്മൾ മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ലിങ്കുകളൊക്കെ കിട്ടുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എവിടെയാണെന്ന് പല സുഹൃത്തുക്കൾക്ക് അറിയില്ല, പലരും തിരഞ്ഞ് നടക്കാറുണ്ട്. അപ്പോൾ ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം വീണ്ടും മോർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം നമ്മുടെ കമൻറ്റ് ബോക്സാണ്. പല ആളുകളും പറയാറുണ്ട് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അത് ഓഫായി കിടക്കുകയാണെന്ന്. പലപ്പോഴും അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ എല്ലാ വീഡിയോക്കും നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആണെങ്കിൽ അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്താണ് മാറ്റം വരുത്തേണ്ടത്. അതിനുവേണ്ടി യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൻ്റെ താഴെ ഭാഗത്തുള്ള പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് സെറ്റിങ്സ് കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ജനറൽ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ റിസ്ട്രിക്റ്റഡ് മോഡ് എന്നുള്ള ഈ ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓണായിരിക്കും. അത് ഓണാക്കി വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബിൽ ഒരു വീഡിയോക്കകത്തും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഓണാണെങ്കിൽ ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ യൂട്യൂബ് വീഡിയോക്കകത്തും കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി യൂട്യൂബിൽ നമുക്ക് മൂന്നാമതായിട്ട് പരിശോധിക്കാനുള്ളത്, യൂട്യൂബിൽ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകും. അത് നമുക്ക് ഒരു വീഡിയോ കണ്ട് അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ആകും. അങ്ങനെ നിങ്ങൾ എപ്പോഴാണോ യൂട്യൂബ് ഓഫ് ചെയ്യുന്നത് അതുവരെ നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. പല ആളുകളും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് യൂട്യൂബ് പ്ലേ ചെയ്ത് കിടന്നുറങ്ങിയാൽ രാവിലെ എണീൽക്കുന്നവരെ അവരുടെ നെറ്റും തീർന്നു പോകും, യൂട്യൂബ് പ്ലേ ആകുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഓട്ടോ പ്ലേ ആണ്. ഇതിപ്പോൾ ഓൾറെഡി ഇതുപോലെ ഓണായി കിടക്കുകയാണ്. ഇങ്ങനെ ഓണായി കിടക്കുന്നതുകൊണ്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഓട്ടോമാറ്റിക്കായി പ്ലേ ആകുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കാണാം ഓട്ടോ പ്ലേ ഈസ് ഓഫ് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക് പ്ലേ ആകുന്നത് നമുക്ക് ഓഫ് ചെയ്ത്. യൂട്യൂബിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ പരിശോധിച്ച 3 ഫീച്ചറാണ്. ഒരുപാട് ഫീച്ചറുകൾ യൂട്യൂബിനകത്തുണ്ട്. പലപ്പോഴും നമുക്ക് പല വീഡിയോ ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.